സർവൈവലിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലാസ്റ്റ് 2 years ആയിട്ടാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്പേസിൽ ആക്ച്വലി ആക്റ്റീവ് ആകാൻ തുടങ്ങി. 6 years നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മൾ കുറേ ബിസിനസ് സൊല്യൂഷൻസ് ആയിരുന്നു, ബിസിനസ് ഓണേഴ്സിനായിരുന്നു ടേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റാർട്ടപ്സ് ചെയ്തു തുടങ്ങിയത് കുറച്ചും കൂടി എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിട്ടുള്ള മോഡൽസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കെയിലബിൾ ആയിട്ടുള്ള, അത് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യും. അതെ. അതിന്റെ ഒത്തിരി ആളുകൾ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആയിട്ട് വരുമല്ലോ, അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിന്റെ ഒരു ഫീസിബിലിറ്റി നോക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും, ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ ഐഡിയയുടെ എക്സിക്യൂഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കാര്യങ്ങൾ ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് റാക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിന് ഒരു പോർട്ടൽ കാണാൻ പറ്റും. ഒരു 10 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഇവർ സബ്മിറ്റ് ചെയ്ത് വരുമ്പോഴേക്കാണ് ഇവർക്ക് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ, ഒരു MVP ഉള്ള ഒരാളാണെങ്കിൽ, പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഓൾറെഡി റൺ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ തന്നെ അവർക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അവർക്ക് കുറേ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. അതിലൊക്കെ ഈ ചോദ്യങ്ങൾ അവരെ ഒരുപാട് ക്ലാരിറ്റി കൊടുക്കും. അപ്പോൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ തന്നെ അവരൊരു കടമ്പ് കടന്നു. അപ്പോൾ അത്തരത്തിൽ ആൻസർ ചെയ്ത് വരുന്ന സ്റ്റാർട്ടപ്പിലാകുമ്പോൾ ഒരു മിനിമം പൊട്ടൻഷ്യലുള്ള സ്റ്റാർട്ടപ്സുകളാണ് നമുക്ക് വരുന്നത്. അതിനെ നമ്മൾ പിന്നെ മാനുവലി സ്ക്രൂട്ടൻ ചെയ്യും. അതിൽ നമ്മളൊരു റിപ്പോർട്ട് റേസ് ചെയ്യും. ആൻഡ് അതിനുശേഷം നമ്മൾ ഓൺലൈൻ ഇൻ്റർവ്യൂലോട്ട് വരും, ഓഫ്ലൈൻ ഇൻ്റർവ്യൂലോട്ട് വരും. അതിനുശേഷമാണ് നമ്മൾ സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ് വരുന്നത്.